പശ്ചിമേഷ്യയിലെ ഏറ്റവും വലിയ ടെക്നോളജി പ്രദർശനങ്ങളിൽ ഒന്നായ വെബ് സമ്മിറ്റ് ദോഹയിൽ സമാപിച്ചു. ലോകത്തുടനീളമുള്ള നിക്ഷേപകരും സംരംഭകരും മേളയിൽ പങ്കെടുത്തു. വെബ് സമ്മിറ്റ് നടന്ന ദോഹ എക്സിബിഷൻ ആൻഡ് കൺവെൻഷൻ സെന്ററിൽ നിന്ന് അബ്ബാസ് മുഹമ്മദ് തയ്യാറാക്കിയ റിപ്പോർട്ട്. ടെക് ലോകത്തെ വമ്പന്മാരെല്ലാം ഒത്തുചേർന്ന വെബ് സമ്മിറ്റിന് ദോഹയിൽ സമാപനമായിരിക്കുകയാണ്. ലോകത്തുടനീളമുള്ള 30,000-ലേറെ പേരാണ് ഈ വെബ് സമ്മിറ്റിൻ്റെ ഭാഗമായത്. 1600-ലേറെ കമ്പനികൾ, ഗൂഗിൾ, മൈക്രോസോഫ്റ്റ് അടക്കമുള്ള വലിയ വലിയ കമ്പനികൾ ഈ മേളയുടെ ഭാഗമായി. അവസാന ദിവസമായി ഇന്നും വലിയ ജനപങ്കാളിത്തമാണ് ഈ എക്സിബിഷൻ സെൻറ്ററിൽ ഉണ്ടായിരുന്നത്. ഫെബ്രുവരി 1-ന് പ്രധാനമന്ത്രിയും വിദേശകാര്യമന്ത്രിയുമായ ഷെയ്ഖ് മുഹമ്മദ് ബിൻ അബ്ദുറഹ്മാൻ ബിൻ ജാസിം അൽ താനിയാണ് വെബ് സമ്മിറ്റിൻ്റെ 2026 എഡിഷൻ ഉദ്ഘാടനം ചെയ്തത്. അദ്ദേഹം നിർണായകമായ 2 പ്രഖ്യാപനങ്ങൾ കൂടി ഈ അദ്ദേഹത്തിൻ്റെ ഉദ്ഘാടന പ്രസംഗത്തിൽ നടത്തുകയുണ്ടായി. ഒന്ന്, ഓൺട്രപ്രണേഴ്സിനെയും അതുപോലെ നിക്ഷേപകർക്കും 10 വർഷത്തെ റെസിഡൻസി പ്രോഗ്രാമാണ്. അതുപോലെ തന്നെ ടെക് മേഖലയിലെ വെഞ്ചർ ക്യാപിറ്റൽസിനായി $2 ബില്യൺ ഒരു ഫണ്ട് കൂടി അദ്ദേഹം പ്രഖ്യാപിക്കുകയുണ്ടായി. ഇത്തവണത്തെ വെബ് സമ്മിറ്റിന് 127 രാജ്യങ്ങളിൽ നിന്നുള്ള പ്രാതിനിധ്യം ഉണ്ടായിരുന്നു. ഇന്ത്യ, സിംഗപ്പൂർ, ചൈന, പോളണ്ട്, UK, അതുപോലെ US, പാലസ്തീൻ, ഇങ്ങനെ വിവിധ രാജ്യങ്ങളിൽ നിന്നുള്ള ടെക് മേഖലയിലെ പ്രധാനപ്പെട്ട ആളുകളെല്ലാം ഇവിടെ ഒത്തുചേരുന്ന ഒരു മീറ്റപ്പ് കൂടിയായി മാറി വെബ് സമ്മിറ്റ്. 1600-ലേറെ സ്റ്റാർട്ടപ്പുകൾ ഈ 4 ദിവസം അവരുടെ പ്രോഡക്റ്റുകളെല്ലാം ഇവിടെ ഷോക്കേസ് ചെയ്തു. ഇതിൽ 85% കമ്പനികളും ഖത്തറിന് പുറത്തു നിന്നുള്ളതായിരുന്നു ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അവസാന ദിവസത്തെ വിശേഷങ്ങളുമായി കുറച്ചുപേർ നമ്മളോട് കൂടെ ചേരുന്നുണ്ട്. ഇതൊരു വല്ലാത്തൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. ഈ ഒരു പരിപാടിനെ കുറിച്ച് കേട്ടപ്പോൾ ഞാൻ വിചാരിച്ചു, സാധാരണ ഖത്തറിൽ ഒരുപാട് പ്രോഗ്രാംസ് അറ്റൻഡ് ചെയ്തിട്ടുണ്ടെങ്കിലും അങ്ങനെ അത്രത്തോളം വലിയൊരു പ്രസൻസ് ഉണ്ടാവാറുണ്ടായിരുന്നു. പക്ഷേ ഇവിടെ എന്ന് പറയുന്ന ഏകദേശം ഒരു 30,000 പീപ്പിൾ, അതിൽ തന്നെ ഖത്തറി ബേസ്ഡ് ആയിട്ടുള്ള ഒരുപാട് എൻറ്റിറ്റീസ്, ഒരുപാട് സ്റ്റാർട്ടപ്സ്, ദേ ആർ നോട്ട് ഓൺലി ഇൻ ഖത്തർ, ദേ ആർ ഗോയിങ് ബിയോണ്ട് ദി റീജിയൻ. അപ്പോൾ നമ്മൾ വളരെയധികം ഷോക്ക്ഡ് ആയിപ്പോയി. ഇറ്റ് വാസ് എ റിയലി വെരി ഗുഡ് എക്സ്പീരിയൻസ്. How is the web summit experience? Honestly, it's been an amazing experience. We got to understand the tech market. Web Summit, it's good. I got എനിക്ക് ഒരു ഇൻവിറ്റേഷൻ കൂടിയിട്ടാണ് വന്നത്. ഡെല്ലിൻ്റെ ഒരു ഇൻവിറ്റേഷനിലാണ് വന്നത്. Good. I'm still exploring all these chances over here. Let's see. Well, we see some startup ideas over here. So that's something which I'm interested in. 800-ലേറെ നിക്ഷേപകരും 400-ലേറെ പ്രഭാഷകരും പങ്കെടുത്ത അതിസമ്പന്നമായ മേളക്കാണ് ഖത്തറിൽ തിരശ്ശീല വീഴുന്നത്. ഇനി നവംബറിൽ ലിസ്ബണിലാണ് വെബ് സമ്മിറ്റ്. അടുത്ത തവണ 2027 വീണ്ടും ഖത്തറിൽ കാണാം. ദോഹയിൽ നിന്ന് അബ്ബാസ് മുഹമ്മദ്, മീഡിയ 1.